ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു കേക്കിൻ്റെ ഓർഡർ ഉണ്ട് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ 2 ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇത് നമുക്ക് ഓർഡർ വന്നിട്ടുള്ളത് ഒരു 1 kg വാനില കേക്കാണ് കേട്ടോ. ഇത് കസ്റ്റമർ സ്ക്വയർ കേക്ക് ആയിട്ടാണ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡിസൈനും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അതൊക്കെ എൻ്റെ ഇഷ്ടത്തിന് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വാനില കേക്ക് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ആർഭാടാക്കി ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. പിന്നെ ബഡ്ജറ്റ് ഏറ്റവും കുറവുള്ള കേക്കല്ലേ ഇത്. അപ്പോൾ അതുകൊണ്ട് സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ക്രീം വെച്ചിട്ട് തന്നെ ഫ്ലവറും കാര്യങ്ങളൊക്കെ 2 സൈഡിലും വരച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നെയിം സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 കളറൊക്കെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ഈ കളർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്ത് കളറാണെന്ന് കറക്റ്റ് പറയാൻ എനിക്ക് കിട്ടുന്നില്ല. ഒരു ലാവൻഡർ ഷെയ്ഡൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കൊണ്ടുകൊടുത്തു. അതിന് ശേഷം ഇത് പിറ്റേ ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അന്നത്തെ ദിവസം നോമ്പ് തുറക്കാനായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 4 മണി 4:30 ടൈമിലാണ് കേട്ടോ ഇപ്പോൾ ചെയ്യാൻ നിൽക്കുന്നത്. അതിൻ്റെ ബീഫൊക്കെ കുക്കറിലാക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അന്നത്തെ ദിവസമൊക്കെ വീട്ടിലുള്ളതുകൊണ്ട് തന്നെ ഇക്ക ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിക്ക ദിവസം ആ ഒരു ടൈമിൽ വീട്ടിൽ ഉണ്ടാവാറില്ല കേട്ടോ. നോമ്പ് തുറക്കണ ആ ടൈമിലൊക്കെയാണ് എത്താറുള്ളത്. ഇപ്പം ഇന്ന് കുറച്ച് നേരത്തെ എത്തിയോണ്ട് ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് നിന്നിട്ടുണ്ട്. അങ്ങനെ അതിലേക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അന്നത്തെ ദിവസം ഞാൻ വേറൊരു സംഭവം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കുറേ ദിവസമായിട്ടോ വിചാരിക്കുന്നത് ചട്ടിപ്പത്തിരി ഉണ്ടാക്കണമെന്ന്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് അതെന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലേക്കുള്ള ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബീഫൊക്കെ കുക്കറിലടിച്ച് വെന്ത് വന്നതിന് ശേഷം ഞാനത് അടുപ്പത്ത് ഉരുളി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലിട്ടിട്ട് മസാല ആക്കിയിട്ട് അങ്ങനെ ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, ഉലുവ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് പൊട്ടിയതിൻ്റെ ശേഷം സവാള അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ എങ്ങനെയും ഇതൊക്കെ ഒന്ന് തീർന്ന് കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ സവാളയുടെ കൂടെ തന്നെ ചുവന്നുള്ളിയും കൂടി നന്നാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഉള്ളി കട്ട് ചെയ്തിട്ടൊക്കെ ഇടാം കേട്ടോ. പക്ഷേ ഇതെങ്ങനായാലും ഇറച്ചിയൊക്കെ ഒന്ന് വെന്ത് വരുന്ന ടൈമിലൊക്കെ ഉള്ളിയൊക്കെ അതിൽ കണ്ട് അലിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വെറുതെ റിസ്ക് എടുത്ത് കട്ട് ചെയ്യണ്ടല്ലോ വിചാരിച്ചിട്ട് അത് അങ്ങനെ കണ്ട് ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒരു സൈഡിൽ വാടി വരുന്ന ടൈമിൽ ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ ചട്ടിപ്പത്തിരിക്കുള്ള മസാല ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല ഒന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോ കണ്ട് എടുത്തതാണ്. ഇപ്പുറത്തെ സൈഡിൽ ഉരുളിയിലുള്ള മസാല ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് തക്കാളി ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് നന്നായിട്ട് മസാലയും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് മിക്സായി ഒന്ന് ഉടഞ്ഞു വരുന്ന ടൈമിലാണ് നേരത്തെ കുക്കറിൽ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ആ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ, ബീഫ് വെന്തിട്ടുള്ള വെള്ളം, അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അത് ഒഴിച്ചിട്ട് കുറച്ച് ടൈമൊക്കെ ഒന്ന് ഇളക്കി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടാണ് പിന്നെ അതിൻ്റെ ഇറച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഇത് പറയണ കേട്ടോ എല്ലാവരും വിചാരിക്കും ഇതിപ്പോൾ ഞങ്ങൾ വീട്ടിൽ എന്തും ഉണ്ടാക്കണ സംഭവം അല്ലേ. ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഇങ്ങനെ പറയണമെന്ന് മാത്രമല്ല കേട്ടോ. ഇപ്പോഴത്തെ കാലത്തൊക്കെ എല്ലാവർക്കും ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാം. കാരണം യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്ത് ഡൗട്ട് വേണമെങ്കിലും യൂട്യൂബിൽ നോക്കിയിട്ട് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് വലിയ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊന്നുമില്ല. എന്നാലും ഞാനിതെങ്ങനെ ഉണ്ടാക്കിയത് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ ആ മസാല ഒക്കെ ഒന്ന് വറ്റി വന്നതിൻ്റെ ശേഷം നമ്മുടെ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും അതിൻ്റെ കൂടെ ഞാൻ പൊട്ടാറ്റോ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് കറിക്ക്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് സൈഡിൽ വെച്ചിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ ചട്ടിപ്പത്തിരിക്കുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ എന്തായിരുന്നു ചിക്കൻ മസാല, അത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി വരുന്ന ടൈമിലാണ് നമ്മുടെ ഇറച്ചി നേരത്തെ വേവിച്ച് വെച്ചാൽ ചിക്കൻ ഉണ്ടല്ലോ അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇളക്കി കൊടുക്കുന്നതിൻ്റെ മോളാണ് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചട്ടിയിലിട്ട് ഇങ്ങനെ ഇളക്കാൻ. ഞാനെപ്പോൾ അടുപ്പത്ത് എന്ത് വെച്ചാലും അവൾക്ക് വന്നിട്ട് ഈ ഇളക്കൽ തന്നെയാണ് കേട്ടോ പണി. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ ഒരു പണി എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് അവിടെ വെച്ച് കൊടുത്താൽ മതി. ആളെ ഇളക്കിയിട്ട് അതൊരു പരുവാക്കിയിട്ടുണ്ട് തരും. അങ്ങനെ മസാല ഒക്കെ ഒരു സൈഡിൽ സെറ്റാക്കിയതിൻ്റെ ശേഷം നമ്മുടെ മൈദയുടെ ദോശ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, ആ ചട്ടിപ്പത്തിരിക്കുള്ള. അപ്പോൾ അത് പിന്നെ എല്ലാവർക്കും അറിയാലോ. ജസ്റ്റ് മൈദയിൽ ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് കലക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതൊരു സൈഡിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പുറത്ത് ഞാൻ കുറച്ച് വെള്ളം ഉപ്പിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇറച്ചിയും പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുട്ടികളാണ് ഈ ബീഫ് കറി ഉണ്ടാക്കിയപ്പോൾ തുടങ്ങിയത് ഇറച്ചിയും പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് പൊടി ഇട്ടിട്ട് വാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ദോശയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായതിൻ്റെ ശേഷം ഞാൻ അധികം ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. കാരണം ഫസ്റ്റ് ടൈം ആയ കാരണം പാളിപ്പോകുന്നൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദോശയും കുറച്ച് മസാലയും മാത്രം എടുത്തിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഓരോ ലെയറാക്കിയിട്ട് മുട്ടയിൽ മുക്കിയിട്ട് ഇങ്ങനെ ലെയറാക്കിയിട്ട് മസാല ആക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അടിയിലൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ചട്ടി വെച്ചിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തിട്ട് എന്ന് പറയുന്നത്, സ്റ്റൗവിൽ വെച്ചിട്ട് എടുക്കുന്നത്, വേവിച്ചെടുക്കുന്നത്. ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ടായിരുന്നു ഏകദേശം. എന്നിട്ട് പിന്നെ മറിച്ചിട്ടിട്ട് ആ ഭാഗവും സൈഡും കൂടി മൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ കാണാൻ വലിയ ലുക്കിലും ടേസ്റ്റ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടാക്കി വന്ന ടൈം കൊണ്ട് തന്നെ ഏകദേശം വാങ്ങി കൊടുക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വേറെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊക്കെയായിരുന്നു അന്ന് നോമ്പ് തുറക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മുടെ ബീഫൊക്കെ വറ്റി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു.
പിന്നെ നേരത്തെ നമ്മൾ ആ വാട്ടി വെച്ചിട്ടുണ്ടെന്ന ആ ഒരു പൊടി ഉണ്ടല്ലോ അത് കുഴച്ചിട്ട് ഇതുപോലെ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ഇറച്ചിയും പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ആവി കയറ്റിയെടുക്കുന്നുണ്ട്. ആവി കയറ്റിയതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ ബീഫിൽ നിന്ന് കുറച്ച് കറി എടുത്തിട്ട് അതിൽ കുറച്ച് നാളികേരം ചുവന്നുള്ളിയും നല്ല ജീരകമൊക്കെ ഇട്ടിട്ട് അരച്ചിട്ട് ഒഴിച്ചിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ആ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇത് 2 ടൈപ്പിലുണ്ടാക്കും. തേങ്ങാപ്പാൽ വെച്ചിട്ടുണ്ടാക്കും, അതുപോലെ നാളികേരം അരച്ച് വെച്ചിട്ടുണ്ടാക്കും കേട്ടോ. രണ്ടിനും 2 ടേസ്റ്റാണ്. അതിന് നമ്മുടെ ഐറ്റംസൊക്കെ ഇതാ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ലൊരു കട്ടൻ ചായ കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരു സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ കോരി കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അന്നത്തെ ദിവസം വേറെ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം വയറ് ഫില്ലായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. കണ്ട കട്ടൻ ചായ ഗ്ലാസ്സിലെടുത്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നോമ്പ് തുറയുടെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ വലിയ സംഭവമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ.